നമസ്കാരം. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനെതിരായിട്ടുള്ള കോഴ ആരോപണ കേസ് അത് കോടതി പരിഗണിക്കുമെന്നും കേരയിൽ പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന വിഷയത്തിൽ അട്ടിമറിക്കാൻ വേണ്ടി ആ കേരളിനെ അട്ടിമറിക്കാൻ ഏകദേശം 150 കോടി രൂപ കോഴ വാങ്ങിയത് അന്വേഷിക്കണമെന്നാണ് അതിലെ പരാതി എന്ന് പറയപ്പെടുന്നത്. പി.വി. അൻവർ എം.എൽ.എ നിയമസഭയിൽ ഉന്നയിച്ച വി.ഡി. സതീശനെതിരായ കോഴ ആരോപണം വിജിലൻസ് അന്വേഷിക്കണമെന്നായിരുന്നു പരാതിയിലെ ആവശ്യമെന്ന് പറയപ്പെടുന്നത്. വിവരാവകാശ നിയമപ്രകാരം ലഭിച്ചിട്ടുള്ള നിയമസഭയിലെ ആരോപണത്തിൻ്റെ പകർപ്പും ഈ പരാതിക്കാരനായിട്ടുള്ള എച്ച് ഹഫീസ് കോടതിയിൽ സമർപ്പിക്കുകയുണ്ടായി. പരാതി ഫയലിൽ സ്വീകരിച്ചാണ് വിജിലൻസ് കോടതി കേസ് പരിഗണിക്കാനായി ലിസ്റ്റ് ചെയ്തത് എന്നുള്ളതാണ്. ഈ സിൽവർ ലൈൻ പദ്ധതി തടസ്സപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന് 150 കോടി രൂപ കോഴ വാങ്ങി എന്നായിരുന്നു പി.വി. അൻവർ എം.എൽ.എ നിയമസഭയിൽ ആരോപണമുന്നയിച്ചത്. ബംഗളൂരു, ഹൈദരാബാദ് എന്നിവിടങ്ങളിലെ കമ്പനികളിൽ 3 തവണയായി 150 കോടി രൂപ കോയമ്പത്തൂർ വഴി ചാവക്കാട്ട് എത്തിച്ചുവെന്നും ഈ തുക വി.ഡി. സതീശന് ലഭിച്ചുവെന്നുമായിരുന്നു പി.വി. അൻവർ എം.എൽ.എയുടെ നിയമസഭയിൽ ഉന്നയിച്ച ആരോപണം എന്ന് പറയപ്പെടുന്നത്. ഹർജിയിൽ പ്രാഥമികമായ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാനാകും വിജിലൻസ് കോടതിയോട് ഇന്ന് കോടതി നിർദ്ദേശം നൽകുക എന്നുള്ള കാര്യത്തിലും സംശയമില്ല. 150 കോടി രൂപയുടെ ഗുരുതരമായിട്ടുള്ള കോഴ ആരോപണം, ആ കോഴ ആരോപണം വരുന്നിട്ടും വി.ഡി. സതീശൻ വ്യക്തമായിട്ടുള്ള വിശദീകരണമോ മറുപടിയോ നൽകിയിട്ടില്ല, ഇതുവരെ നൽകിയിട്ടില്ല എന്ന് പി.വി. അൻവർ അടക്കമുള്ളവർ ആരോപിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, കോഴ ആരോപണത്തിലെ കോടതി ഇടപെടൽ പ്രതിപക്ഷ നേതാവിന് നിർണായകമാകുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് ഇത് പോകുന്നത്. ഇക്കാര്യത്തിൽ വി.ഡി. സതീശന് കൃത്യമായി മറുപടി പറയേണ്ടി വരുമെന്നുള്ള കാര്യത്തിലും സംശയമില്ല. പക്ഷേ മറുപടി പറഞ്ഞില്ലേ? നിയമസഭയിൽ തന്നെ പി.വി. അൻവറിനെ പോലൊരു എം.എൽ.എയുടെ ഇത്തരത്തിലുള്ള ആരോപണത്തിന് വളരെ കൃത്യമായ മറുപടിയാണ് നിയമസഭയിൽ വി.ഡി. സതീശൻ നൽകിയത്. 150 കോടി രൂപ കോയമ്പത്തൂർ വഴി ചാവക്കാട്ടേക്ക് എത്തിക്കുന്ന ഒരു രീതി അത് പി.വി. അൻവറിന് മാത്രമേ അറിയാവൂവെന്നും അത് പി.വി. അൻവർ നടപ്പിലാക്കുന്ന തരത്തിലുള്ള ഒരു പദ്ധതിയാണെന്നൊക്കെ വളരെ കൃത്യമായി നിയമസഭയിൽ മറുപടി നൽകിയതാണ് വി.ഡി. സതീശൻ. പക്ഷേ വി.ഡി. സതീശൻ്റെ ആ വാദങ്ങൾ എത്രത്തോളം നിലനിൽക്കുമെന്നും ഇന്ന് വിജിലൻസ് കോടതി അന്വേഷണത്തിന് ഉത്തരവിടുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടാകുമ്പോൾ പ്രതിപക്ഷ നേതാവ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലയളവിൽ ചിലപ്പോൾ ഒരു പ്രതിസന്ധി ഘട്ടത്തിലേക്ക് എത്തുമെന്നുള്ള കാര്യത്തിലും സംശയമില്ല. പക്ഷേ എന്നിരുന്നാൽ കൂടിയും പി.വി. അൻവറിൻ്റെ ആരോപണത്തിൽ കഴമ്പില്ല എന്ന് പ്രതിപക്ഷ നേതാവ് ആരോപിക്കുന്നിടത്തോളം കാലം അദ്ദേഹത്തിൻ്റെ ആ വാദങ്ങൾ ശക്തിയുക്തം കോൺഗ്രസും കോൺഗ്രസിൻ്റെ അണികളും അതിനോടൊപ്പം ചേർന്ന് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമായിരിക്കും ഉണ്ടാവുക എന്ന്. പക്ഷേ CPM ഉയർത്തിയ ഈ വെല്ലുവിളി, അതായത് പ്രതിപക്ഷ നേതാവിന് 150 കോടി രൂപയുടെ അഴിമതി ആരോപണം ഉന്നയിച്ചത് എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങൾ മാത്രമല്ല മാസപ്പടിയുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങളിലൊക്കെ മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ മകളുമൊക്കെ ചോദ്യചിഹ്നമായി നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് പി.വി. അൻവർ സംരക്ഷകനായി, അതായത് പിണറായി വിജയൻ്റെ സംരക്ഷകനായി പി.വി. അൻവർ രംഗത്ത് വരുന്നത് എന്നുള്ളതാണ്. അങ്ങനെ ആ സംരക്ഷണ കവചം എടുത്ത് പുതപ്പിച്ചുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവിനെതിരെ ശക്തമായ ഒരു ആരോപണം ഉന്നയിച്ചത്. പക്ഷേ അത് നിലനിൽക്കാത്ത ഒരു ആരോപണമാണെങ്കിൽ പി.വി. അൻവറിൻ്റെ ഈ രക്ഷാകവചത്തിൻ്റെ കാലയളവ് എന്ന് പറയപ്പെടുന്നത് ഈ ഏപ്രിൽ മാസം 26 വരെ ആയിരിക്കും എന്നുള്ള കാര്യത്തിലും സംശയമില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഈ ആരോപണങ്ങളൊക്കെ കാറ്റത്ത് ഒലിച്ചു പോകും, അല്ലെങ്കിൽ കാറ്റത്ത് പറന്നു പോകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ആ ഒരു തരത്തിലുള്ള ആരോപണം മാത്രമാണ് ഇത് എന്ന് പറയേണ്ടി വരും. അതുകൊണ്ട് തന്നെ പി.വി. അൻവർ രക്ഷിക്കാൻ ശ്രമിച്ച പിണറായി വിജയനും പിണറായി വിജയൻ്റെ മകൾ വീണ വിജയനുമൊക്കെ കേസുമായി ബന്ധപ്പെട്ടിട്ട് കോടതി വരാന്തകളിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അതിന് സത്യസന്ധമായിട്ടുള്ള അന്വേഷണം നടത്തുന്ന ഒരു കാലഘട്ടത്തിലേക്ക് EDയും CBIയും എത്തുന്ന ഒരവസ്ഥ ഉണ്ടാകുമ്പോൾ ഇവിടെ എത്രയൊക്കെ സംരക്ഷണ കവചം മറ്റുള്ളവർ ഒരുക്കിയിരുന്നാലും ശരി, കൊത്തിക്കൊണ്ടുപോകാൻ പാകത്തിലുള്ള EDയെ പോലുള്ള CBI പോലുള്ള അന്വേഷണ ഏജൻസികൾ ഈ രാജ്യത്തുണ്ട് എന്ന് പി.വി. അൻവറിനെ പോലുള്ളവർ മറന്നു പോകരുത് എന്ന് മാത്രമാണ് പറയാനുള്ളത്. അതുകൊണ്ട് നിങ്ങൾ തീർക്കുന്ന എല്ലാ രക്ഷാകവചങ്ങളും ഭേദിച്ചുകൊണ്ട് പിണറായി വിജയനെയും പിണറായി വിജയൻ്റെ മകൾ വീണ വിജയനെയും ഏത് കാര്യനിമ്പിൽ തീർത്ത കാരാഗ്രഹത്തിലും അടയ്ക്കുവാനുള്ള കരുത്ത് EDക്കും CBIക്കും ഉണ്ട് എന്ന് മറന്നു പോകരുത്.